ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയെ എന്നാ ഇന്ന് നമ്മൾക്ക് എന്നാ പറിക്കാൻ വേണ്ടിയാ പോകുന്നേ? പാവയ്ക്ക, പയർ. അമ്മ ഇവിടെ ഉറക്കം തൂങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. വീഡിയോ എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒരു ഉഷാറില്ല. പച്ചക്കറി പറിക്കാൻ പോവാണ്. യെസ്, അപ്പൊ നമ്മള് എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലേ? അതെ, അമ്മയുടെ വലിയൊരു ഉരുളി എടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്. വേണ്ടേ നമ്മുടെ കുഞ്ഞാറ്റ. ഹായ് പറഞ്ഞേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പറ. മീനിന്റെ തലക്കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മീനിന് വെളിവില്ലെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞാറ്റ നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പയർ പറിക്കാം. കഴിഞ്ഞ തവണത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പയർ നിൽക്കുന്ന സ്ഥലം. എന്തായാലും ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കാണിക്കാം, കാണാത്തവർക്ക് വേണ്ടി. അല്ല, മീന മണമുണ്ട് ഇവിടെ ചാണാൻ തളിച്ചേക്കാണ്. അപ്പൊ മീനുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. വേണ്ടേ, നമ്മുടെ അമ്മ നിന്ന് ഇവിടെ നിന്ന് പറിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് സംഭവം കേട്ടോ, അടിപൊളി. ഇതുണ്ടോ, നല്ല നീട്ടമുള്ള ഹുസൂർ ബീൻസ് ആണ്. എന്താണേലും ആ ബീൻസ് ആണ് സംഭവം. ഹുസു അല്ല, ഒസോർ ബീൻസ്. അടിപൊളി. നമ്മുടെ മലയൊക്കെ ഇതേണ്ട എന്റെ പുറകെ കണ്ട ഇതേണ്ട, ഇതാണ് നമ്മുടെ മല. കണ്ട, നല്ല രസമല്ലേ കാണാൻ വേണ്ടി. നമ്മളിവിടെ നിൽക്കുന്നു, മല അവിടെ നിൽക്കുന്നു, യോയോ ബീൻസ്. കണ്ടോ, നമ്മുടെ ആൾക്കാർ ഇവിടെ നിന്ന് പറിക്കുവാണ്. എന്നെ അമ്മയാണ് ഇതെല്ലാം നട്ടത്. അപ്പം കർഷകയോട് ചോദിക്കാം എന്താണ് അഭിപ്രായം എന്ന്. ഇതാദ്യം ഇവിടെ വേനൽക്കാലത്ത് നട്ടതാ. അന്നേരത്തിന് ആൾക്കാർ ഇവിടെ ഇതിലെ പോയവരെല്ലാം പറഞ്ഞു നീ വെറുതെ നടന്ന ആ മ്ലാവെല്ലാം തിന്നു. അതെ, ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരായോണ്ട് അങ്ങനെ പറഞ്ഞു. ആൾക്കാരെല്ലാം ഇത് പറഞ്ഞത് കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇതിപ്പം ഈ പയറ് പറിക്കും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഏതാണ്ട് 90 ദിവസം വരെ ഉള്ളെന്നൊക്കെയാണ് പറയുന്നത്. 90 ദിവസം അല്ല, 100 ദിവസം നമ്മൾ തികയ്ക്കും. ഇപ്പം കുറേ തവണയായിട്ട് നമ്മൾ പറിച്ചു, കുറേ ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തു. ഞാൻ കഴിഞ്ഞ തവണയിൽ ഇതെല്ലാം പറഞ്ഞാണ് വീഡിയോക്കകത്ത്. എന്നാലും ഒന്നും കൂടെ പറയാണ്, കാരണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊന്നും അറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആസ്ഥാന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇന്ന് ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബനിയൻ, ലവ് ചിഹ്നത്തിൻ്റെ ഒരു ബനിയൻ, പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വേഷം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആങ്കറാണ്. ഈ ആങ്കർ വേണം പറഞ്ഞു കൊടുത്തിട്ട് പയറൊക്കെ പറിക്കാൻ വേണ്ടി. ഇന്ന് എൻ്റെ നൈറ്റി മാറ്റിയിട്ടുണ്ട് ഞാൻ. മീനുവിൻ്റെ ഒരു ആസ്ഥാന നൈറ്റി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് മാറ്റി പറിക്കടി അങ്ങോട്ടെന്ന് കല്ല്. ഇവിടെ ഒരാള് കല്ലെടുത്ത് എറിയല പണി. സുഗന്ധം കാരണം പറിക്കാൻ പറ്റുന്നില്ല. ചാണകവെള്ളം തെളിച്ചിരിക്കാ പോത്തൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടിട്ട്. അയ്യോ, അല്ലാതെ നമ്മുടെ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് പാവലുണ്ട് കേട്ടോ. ഈ പാവയ്ക്കാണ് കാട്ടുപാവൽ, കാട്ടുപാവലാണ്. ഇതൊരു മരുന്നാ, നല്ല മരുന്നാണ് കേട്ടോ. എന്തായാലും ഇവിടെ പാവയ്ക്കുണ്ട്, അതുപോലെ പയറുണ്ട്, ചീരയുണ്ട്, കുഞ്ഞാറ്റ പറിച്ച് കളയുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ പരിപാടി എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഇല മൊത്തം പറിച്ച് കളയലാണ് പരിപാടി. എന്തേണ്ട, ഇതാണ് നമ്മളിപ്പോൾ പറിച്ചാക്കുന്ന ബീൻസ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നാക്കുവാണ്. പയറൊക്കെ ഏകദേശം പാടി തുടങ്ങിയിട്ടുണ്ടോ. യെസ്, തീരാറായി ഇതിന്റെ പയറിന്റെ. അതെ, പയറിൻ്റെ കാലാവധി തീരാറായി, എല്ലാത്തിൻ്റെയും തീരാറായി. ഇനിയിപ്പം നമ്മൾ ഈ പയർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, സംഭവം ഇഷ്ടംപോലെ ഉണ്ട്. പറിച്ച് ഇതിപ്പം നല്ല മാർക്കറ്റിൽ നല്ലിപ്പം പ്രൈസുള്ള സംഭവമാണ് ഈ ഒസോർ ബീൻസ്. അയ്യോ, നല്ല വെയിലാണ് കണ്ടോ. അത് കൈ വളച്ച് വെച്ചിട്ടില്ല, കൈ വളച്ച് വെച്ചിട്ട് എൻ്റെ കൈയുടെ നീളം ഉണ്ടെന്ന് മീന് പറയാ. ഒരാൾ പൂവിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇതുണ്ടാണേ, ഇപ്പൊ ഒരു സംഭവം കാണിച്ചു തരാവേ. കുടിച്ചേ മിടുക്കി. കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ പിള്ളേർക്ക് തേൻ കൊടുക്കാൻ വേണ്ടി. അല്ലാതെ നമ്മളിപ്പോൾ
നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന തേനും കാര്യങ്ങളൊക്കെ ഫേക്കായിട്ടുള്ള തേനൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ബെറ്റർ ഇതല്ലേ മീൻ? നാച്ചുറൽ. ആ ദിസ് ഈസ് മൈ കോമഡി ഈസ് എ ട്രാജഡി ഗൈസ്. ആ കോഴി ഇതെല്ലാം കേട്ടിട്ട് ഷെയറിന് അവിടെ ഫോൺ അടിച്ചോണ്ടിരിക്കുക. ചുമ്മാ ചെറുതായിട്ട് പറിച്ചോളൂ. ഇത്ര പാവലിന്റെ വള്ളി പറിച്ചു. അടി വെച്ച് തരും കേട്ടോ. നീ പറയുകടി നീ തള്ള ഇറങ്ങി. മീനും ഇവിടെ പറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. നടാൻ അമ്മയും പറിച്ചു കൂട്ടാൻ മീനും വീഡിയോ എടുക്കാൻ ഞാനും. അതെങ്ങനെയുണ്ട്? കുഞ്ഞാറ്റയും. അതെ പറിച്ചു കളയാൻ കുഞ്ഞാറ്റയും സെറ്റപ്പാണ് കേട്ടോ. ഒരു മാറുവശത്തൊന്ന് കുഞ്ഞാറ്റ പറിച്ച് ഇനിയിപ്പോ ഇത് നമ്മുടെ വഴിയാണേ. മണ്ടിലേക്ക് പോകും. ഇത് അമ്മ ഏതോ ഒരു പയർ കാണിക്കുന്നുണ്ട്. വേറൊരു പയറാ, മൊച്ചപ്പയർ. ഇത് പൊളിച്ച് കറി വെക്കുന്നതാ. ഇത് ആദ്യം ഇവിടെ മൊത്തം ഇങ്ങനെ വന്നപ്പം പോത്ത് വന്ന് തിന്നു, മ്ലാവും പോത്തും തിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. പാവയ്ക്ക് ഇതേ അമ്മ കാണിക്കുന്നുണ്ട്. അയ്യോ, ഈ പാവയ്ക്ക് ഇത് കിടന്നാലേ കാണത്തില്ല. കണ്ടോ പാവയ്ക്ക കിടക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ പാവയ്ക്ക കണ്ടില്ലെന്ന് പറയരുത് ഗൈസ്. പാവയ്ക്ക കാണത്തേയില്ല ഗൈസ്. ഇതിനകത്ത് അല്ലത്തന്നെ 1-2 ഉണ്ടാവും. അയ്യേ, നിറച്ചുണ്ടാകുന്നുണ്ട് വേറൊരു സൈസ്. ഇതെന്നാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് ആ പാവയ്ക്ക തന്നെയാണ്. ഇങ്ങോട്ട് വാടി. ഹലോ ഗൈസ്, ഇതെന്നാ ഇങ്ങനെ നീണ്ടു വരുന്നതെന്ന് അറിയത്തില്ല ഈ പാവയ്ക്ക. ഉരുണ്ടുരുണ്ട് ബോറടിച്ചിട്ട് നീണ്ടു വന്നു. കോവയ്ക്ക പോലൊരു പാവയ്ക്ക പോലെ പാവയ്ക്ക നീളത്തിൽ വരുന്നത് എന്നാന്ന് അറിയത്തില്ല. ഇത് തിന്നാൻ കൊള്ളാവോ എന്തോ. ഇങ്ങനെ വരും, പക്ഷെ അത് വലുതാകത്തുമില്ല ആ പാവയ്ക്ക. ഇതുകൊണ്ടോ നമ്മുടെ പാവയ്ക്ക നിൽക്കുന്നത്? ഇതൊക്കെ കോസ്റ്റ് ഉണ്ടോ? ഉണ്ടോ ഗൈസ്? ഇതെന്നാ ഗൈസ് ഇങ്ങനെ വരുന്നേ? നല്ല നീണ്ടു വന്നിട്ട് പാവയ്ക്ക് അഴുക്കായി പോകും. അത് പറിക്കുമ്പോ ഇനിയിപ്പോ അത് കൊള്ളത്തില്ല. ഇത് കൊള്ളത്തില്ലല്ലേ കറി വെക്കാൻ തോന്നുന്നു. അല്ല, അത് നല്ലതാ. ഇത് പുഴുവള്ള, ഇത് കുഴപ്പമില്ല. ഇതുണ്ടോ ഒരു പാവയ്ക്ക, നമ്മുടെ പാവയ്ക്ക കണ്ടോ? പുഴുവില്ലടി, മഞ്ഞച്ചു പോയി. അമ്മ ഇത് പറിച്ചോ? ഇനിയിപ്പം ഇത് നിർത്തേണ്ട കാര്യമില്ല. ഇതുണ്ടോ പാവയ്ക്ക നിൽക്കുന്നത്? അതാ പറഞ്ഞ കാണത്തില്ല. ആ വഴി പോകുന്നുണ്ട്. അതെന്താ അവിടെ കിടപ്പുണ്ട്. നമ്മള് പയർ ഇതുവരെ പറിച്ചു തീർന്നില്ലതാ, പറിച്ചു കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതിന്റെ ഇടയ്ക്ക് പാവയ്ക്ക കണ്ടുകൊണ്ട് എല്ലാം പറിച്ചു. ഇനി കസേര ഇട്ടിട്ട് മുകളിലത്തെ പറിക്കേണ്ടത്. അതെ, നമ്മുടെ വർഷയുടെ ചെരുപ്പാണ് ഇവിടെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്, ഇതിന് കണ്ണൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ മീനും ഇതേണ്ട കസേരയുടെ ഒക്കെ മണ്ടയിൽ നിന്നങ്ങ് പറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അതെ ഞങ്ങൾക്കൊക്കെ പൊക്കം കൂടുതലായതുകൊണ്ട് കസേര വേണം. ഇതേ നമ്മുടെ അമ്മയാണെങ്കിൽ ഇവിടെ അടുത്ത് നട്ടിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അടുത്ത ഒരു നമ്മുടെ വഴി ഇങ്ങോട്ട് പോകുന്നതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു റോഡ്, ആ കുഞ്ഞാറ്റ നിൽക്കുന്നിടത്ത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചെറിയ ബീൻസ് നിൽക്കുന്നത് കണ്ടോ? ചെറിയ ബീൻസ് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതാണ് ഇതുപോലെ ചെറുതായതൊക്കെയാണ് ഇത്രയും വലുതായിട്ട് ഇവിടെ നിൽക്കുന്നത്. മീനുമല്ല, സോറി ഗൈസ്. അപ്പം ഞാൻ എന്തായാലും പറിച്ചതാണ്. ഇച്ചിരി ഒരു 2-3 പയറ് പറിച്ചു. പക്ഷേ ചാണകത്തിൻ്റെ നാറ്റം കാരണം എൻ്റെ കയ്യിലെല്ലാം പറ്റിയുണ്ട്. എന്തൊരു പിടികിട്ട് നാറ്റം. മീന് പറയുന്നത് ആടിൻ്റെ യൂറിനാണ് ഇവിടെ ഒഴിച്ച് വെച്ചേക്കുന്നത്. ഇതാണ് കണ്ടോ, കർഷകയിൽ നിന്ന് ഇത് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് കേട്ടോ, ചില്ലറക്കാരിയല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. വീണ്ടും പറയാണ് ഗൈസ്, നമ്മുടെ ഈ തുടങ്ങിയ ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. 4 ദിവസമായുള്ളൂ ഞാൻ നട്ടിട്ട്. 4 ദിവസത്തിന്റെ ഒരു പ്രായം കൊണ്ട് അത് കിളുത്തത്. 4 ദിവസമായിട്ടുള്ള അത് കിളുത്ത് പറിച്ച ഉടനെ നമ്മൾ ഇപ്പം നട്ടേക്കണം പയറ്. അയ്യോ, ഇതെന്നാ പറിക്കുന്നേ? മീനും അവിടെ ഇങ്ങനെ വേലിയെല്ലാം ചായച്ച് പറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. മീനിന്റെ വിത്ത് അത് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. അതെന്നതാടാ?
കണ്ടോ അവിടെ മൊത്തം അട്ടയാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് യാതൊരു കുഴപ്പമില്ല. അട്ടയുടെ മോളിൽ കയറുന്നത് പറിക്കും. പയറ് കണ്ടോ, പിള്ളേരൊക്കെ ഇത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ തിന്ന് വേണം വളരാൻ വേണ്ടി. കണ്ടല്ലോ അത് കളയേ, മറ്റേ നല്ല ഗുഡ് ആയിട്ടുള്ള പോർഷനെ കഴിക്കുള്ളൂ. കണ്ടോ അതിൻ്റെ അറ്റവും എല്ലാം കളയും ആള്. മല്ലിയില ഭയങ്കര ഇഷ്ടമായി ഇവൾക്ക്. കാണിച്ച് കാണിച്ച് ഇങ്ങോട്ട് കണ്ടാ അവള് കഴിച്ച്. അങ്ങനെ ഗുഡ് ഗേൾ. അവള് കഴിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതേ പാവയ്ക്ക പുള്ളിക്കാരി കടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. നമുക്ക് അയ്യോ എനിക്ക് എത്തത്തില്ല. ഹലോ ഗായ്സ്. അമ്മ സുന്ദരിയാ. ഹലോ ഗായ്സ്. ഈ ചീര കണ്ടോ? ഇതാണ് നമ്മുടെ കുട്ടിത്തെ കളി കേട്ടോ. അവിടെ നിന്ന് എണീക്കാം. ഇങ്ങോട്ട് എഴുന്നേറ്റോ. ഞാൻ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചപ്പോ ഹലോ ഗായ്സ്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ കുട്ടിത്തെ കളി കേട്ടോ. ഇത് നല്ല ഔഷധമുള്ള ചീരയാണ്. ഇതിൻ്റെ അകത്തൊരു മണിമണി പോലത്തെ തക്കാളി ഉണ്ടാവും, ചെറിയതായിട്ട്. ബ്ലാക്ക് ആണ് അതിൻ്റെ കളറ്. അപ്പം പല ആൾക്കാരും അത് പിന്നെ തക്കാളിക്ക് മാത്രം തിന്നും. പക്ഷെ ഇതിൻ്റെ ഇല തോരൻ വെക്കാമെന്ന് ആർക്കും അറിയത്തില്ല. അതാണ് മെയിനായിട്ട്. പക്ഷെ ഇതിൻ്റെ ചീര തോരൻ വെച്ചാൽ സെറ്റപ്പാണ്, സൂപ്പറാണ്. ഞാൻ വെക്കുന്ന ഇവർക്കെല്ലാം ഇഷ്ടമുള്ളൂ. ഇവരാരും വെച്ച ഇവർക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എണ്ണയില്ല ഒന്നുമില്ലാതെ. അയ്യോ അമ്മയുടെ ഒരു പുഴുങ്ങിത്തീറ്റുണ്ട്. അങ്ങനെ വേണം തിന്നാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്കാർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് എണ്ണയൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് തിന്നുള്ളൂ. തേങ്ങ പോലും ഇടത്തില്ലെന്ന് പറഞ്ഞാ? അതെ അതെ, തേങ്ങ ഇടത്തില്ല, മാങ്ങ ഇടത്തില്ല, ഉപ്പിടത്തില്ല, എണ്ണയില്ല. അതിന് വേണം ഈ ചീര ചുമ്മായിട്ട് തിന്നുന്നത്. ഇനി ഞാൻ ക്യാമറമാൻ സോന. ഞങ്ങളിൽ 3 പേര് ആരാണ് സുന്ദരികൾ എന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുക്കും. കഴിഞ്ഞ ദിവസം കാന്താരി കൊടുത്തായിരുന്നു. ഇനിയും അവൾക്ക് കൊടുക്കാനുള്ള നാരങ്ങ ഉണ്ട്. ഈ പയറും കൂടെ കൊടുക്കുമ്പം എനിക്ക് കുറച്ച് പൈസ കിട്ടും. ഹായ് ഹലോ ഗായ്സ്. ഞാൻ കസേര കയറി പറിക്കാൻ പോവാ. വീണാ ചിരിച്ചാക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയുടെ കയറ്റമാണ്. അമ്മയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പൊക്കം ഉള്ള ആളാണ്, പറിക്കാൻ പറ്റും. നമ്മൊന്ന് പറിക്കണം. ആ മണ്ട നിൽക്കുന്നത് പറിക്കണം. ഇതൊക്കെ ഇവർക്ക് അറിയത്തില്ല പറിച്ച്. ഇത് ആ നട്ട ആൾക്കെ അറിയത്തുള്ളൂ. അതിട്ടാണോ ഇത് നട്ട ആൾക്കെ പറിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ ഞാൻ വീഴും. ഇതുണ്ട് അവിടെ ഒരാൾ ഭയങ്കര കളിയാ. ഇപ്പുറത്തോ. അമ്മേ ഇതേ പറിച്ച് പയർ മൊത്തം നിലത്തേക്ക് ഇടുവാണ്. സംഭവം മണ്ടയിൽ നിന്ന് കഴിഞ്ഞിട്ട് ആരെയും കയ്യിൽ കൊടുക്കാതെ ആള് തന്നെ നിലത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ്. കണ്ടോ നമ്മുടെ കൊട്ട നിറഞ്ഞു കേട്ടോ. മീനെ വന്ന് എടുത്ത് കാണിച്ചിട്ട് എന്തോരുണ്ടെന്ന് നോക്കട്ടെ. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടേ. ചീരയും പയറും. അതെ, ഇനിയിപ്പോൾ അടുത്ത പാവയ്ക്കാണ് നമ്മൾ പറിക്കാൻ വേണ്ടി പോകുന്നത്. നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുന്ന പയർ ബക്കറ്റ് കണ്ടോ. ഇത് എത്ര കിലോ ഉണ്ടായിരിക്കും? ഞാൻ നോക്കട്ടെ. ഇത് ഒരു 6 കിലോ ഉണ്ട്. 6 കിലോ ബീൻസ് ആണ് നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പറിച്ചു. 7 കിലോ ഉണ്ട് ഇത്. ഇനിയിപ്പം നമുക്കിത് തോരൻ വെക്കാം അല്ലേ? തോരൻ വെച്ചാൽ മെഴുക്കുവരട്ടി വെക്കണം. ഇത് കുറച്ച് മെഴുക്കുവരട്ടി അമ്മ വെച്ചോളും. ഞാൻ തോരൻ എന്തായാലും വെക്കും. തോരൻ വെച്ചെന്ന് കുറച്ച് ഇത് താഴ്പ്പ് എടുത്തിട്ട്. അപ്പോഴേ നമ്മൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാവേ. മീനും അവിടെ മടുത്തിരുന്ന് പോയേ. അപ്പൊ ഇനിയിപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.